ഹായ് ഫാമിലി, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോ രാത്രി എങ്ങോട്ടാ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയും പകലുമായിട്ടാണ് ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് രണ്ട് വ്യൂവിലും എങ്ങനെയാണ് ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കുക എന്നുള്ളതിന്റെ ഞാൻ കാണണമെന്ന് തന്നെ നിങ്ങളിലേക്ക് ഇത് എത്തിക്കാന്നുള്ളതാണ് എന്റെ ഒരു ഇഷ്ടം. അപ്പോൾ ഇതാണ് അബുദാബിയിലെ ഐക്കോണിക് ബിൽഡിങ്ങുകൾ ഒന്നായിട്ടുള്ള അൽ ബഹർ ടവർ കേട്ടോ. ഇതിന് പൈനാപ്പിൾ ബിൽഡിംഗും പൈനാപ്പിൾ ടവറെന്നും ഒക്കെ പറയാറുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഇതിന്റെ ഒരു ഷേപ്പ് അങ്ങനെയാണ്. നമുക്ക് രാവിലെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി പൈനാപ്പിൾ ആയിട്ട് സാമ്യം തോന്നിക്കും കേട്ടോ. ഇതിനെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഇതിനെന്തൊരു ഭംഗിയല്ലേ. അൺഫോർച്ചുനേറ്റ്ലി എനിക്കിവിടെ പോവാൻ സാധിച്ചില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം. ഇതിന്റെ തൊട്ടടുത്തൊന്ന് പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് പറ്റിയില്ല. ഞാൻ അതിനെ കവർ ചെയ്തിങ്ങനെ കടന്നു പോയത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനൊരു പ്രത്യേകത ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൺഷെയ്ഡ് പോലെ ഇതിനെ കവർ ചെയ്തിരിക്കുന്നത് ഒരു ഫെസൈഡാണ് കേട്ടോ. റെസ്പോൺസീവ് ഫെസൈഡ് എന്നാണ് ഇതിനെ പറയണത് കേട്ടോ. അതായത് UAE പല പല ക്ലൈമറ്റുകളാണല്ലോ വരുന്നത്. അതായത് പൊടിക്കാറ്റ് കാണും, പിന്നെ നമ്മുടെ സൂര്യപ്രകാശം, മഴ, ഇതെല്ലാം വന്നു കഴിഞ്ഞാലും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തും, പിന്നെ ഇതിന്റെ ഈ കാണുന്ന ഡിസൈൻ ഇല്ലേ, അതിങ്ങനെ അംബ്രല്ല പോലെ ചുരുങ്ങി വരികയും നിവർന്നു വരികയും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. പിന്നെ ഈ കാണുന്നതാണ് അബുദാബിയിലെ തന്നെ കോയിൻ ബിൽഡിംഗ് എന്ന് പറയും. ഇവിടെയും എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ രണ്ട് സ്പോട്ടിലും എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ പോകാൻ പറ്റിയില്ല. ഇത് കാണാൻ ശരിക്കും നമ്മുടെ കോയിൻ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് കോയിൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.